Hi, Namaste. Welcome back to my channel. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഓപ്ഷൻസിനെ കുറിച്ചാണ്. അതായത് മിനിമം ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ട്രേഡാണ് ഓപ്ഷൻസ്. അത് സ്റ്റോക്ക് ഓപ്ഷൻ ആണെങ്കിൽ പോട്ടെ, ഇൻഡെക്സ് ഓപ്ഷൻ ആണെങ്കിൽ പോട്ടെ, കമ്മോഡിറ്റി മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിൻ്റെ ഓപ്ഷൻ ആണെങ്കിൽ പോട്ടെ, ഏത് മാർക്കറ്റിലും ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ എങ്ങനെ ചെയ്യാം, അതിൻ്റെ എൻട്രി പോയിന്റ് എങ്ങനെയാണ്, അതിൻ്റെ ടാർഗറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. ഇൻഡെക്സ് ഓപ്ഷൻ്റെയൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ ഡയറക്റ്റ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അത് വെച്ച് എടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റോക്ക് ഓപ്ഷൻ്റെ നിങ്ങൾക്ക് ആക്ച്വലി ഓപ്ഷനിലേക്ക് ആദ്യമായിട്ട് നമുക്ക് കാലെടുത്ത് വെക്കുന്നവർക്ക് ആദ്യമായിട്ട് നമുക്ക് സ്റ്റോക്ക് ഓപ്ഷനിലേക്ക് കയറുമ്പോൾ നമുക്ക് ആക്ച്വലി ഭയങ്കര ഡൗട്ട് ഉണ്ടാകും. എവിടെ നിന്ന് എൻട്രി എടുക്കണം, എവിടെ നിന്ന് എക്സിറ്റ് എടുക്കണം, ഏത് സ്റ്റോക്ക് സെലക്ട് ചെയ്ത ഓപ്ഷൻസിന് ബെസ്റ്റായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും, ഇതിന് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് എല്ലാം ഡൗട്ട്സ് ആണ്. അപ്പോൾ ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണും. വീഡിയോ എൻ്റെ വരെ വാച്ച് ചെയ്യണം. ഞാൻ സീമ കൃഷ്ണ. എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ള് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതേ ഡൗട്ടുകളും നിങ്ങൾക്ക് ഒരുപാടുണ്ടാവും. ക്ലിയർ ചെയ്യാനായിട്ടുള്ള നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. 8139039994 ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഡയറക്റ്റായിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് ലൈവ് മാർക്കറ്റിൽ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റും കൂടെ ചെയ്യാണ്. ചിലരുടെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, മാർക്കറ്റ് തീരുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റായിട്ട് കാണിച്ചാൽ എളുപ്പമുണ്ട്. പക്ഷേ ഇതേപോലെ എൻട്രി എടുക്കുമ്പോൾ ഡൗട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഡയറക്റ്റായിട്ട് എന്നെ കോൾ ചെയ്യൂ. ഞാൻ ലൈവായിട്ട് ഒരു അറേഞ്ച് നിങ്ങളുടെ സിസ്റ്റത്തിൽ നമ്മൾ സെർവർ ത്രൂ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട്. സെർവർ ത്രൂ നിങ്ങൾക്ക് ഈവൻ മൊബൈലിലും സിസ്റ്റത്തിലും രണ്ടിലും കാണാനുള്ള സൗകര്യം. സിസ്റ്റം കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ജോബ് പേഴ്സൺ ആണെങ്കിൽ മൊബൈലിലും കൂടെ കാണാം. എന്തിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് വിളിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്ത് തന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ചാർട്ട് അംബുജ സിമെൻ്റ് ചാർട്ടാണ്. അംബുജ സിമെൻറ്റിൻ്റെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. നമ്മളെപ്പോഴും സ്റ്റോക്ക് ആണെങ്കിലും ഇൻഡെക്സ് ആണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, അറ്റ് ദ മണിയുണ്ട്, ഇൻ ദ മണിയുണ്ട്, ഔട്ട് ഓഫ് ദ മണിയുണ്ട്. അപ്പം ഏത് മാർക്കറ്റിൽ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണം ഞാൻ പറഞ്ഞുതരാം. അപ്പം അംബുജ സിമെൻ്റ് 5 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എപ്പോഴും ഇൻട്രാഡേ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നല്ല റിസ്ക് ആണ് അതിനകത്ത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓപ്ഷൻസിൽ മൊമെൻറ്റ് ഇല്ലാത്ത മാർക്കറ്റ്, അത് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മൊമെൻറ്റ് തീരെ കുറവാണ്. പക്ഷേ ബൈ സൈഡ് തന്നെയാണ്, പക്ഷേ മൊമെൻറ്റ് തീരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ചെയ്യുമ്പോൾ ഇതുപോലത്തെ മാർക്കറ്റിൽ മെയിനായിട്ട് ഓപ്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻ ദ മണി എടുക്കുന്നതാണ് ബെറ്റർ. അതായത് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് അത് സ്ട്രൈക്ക് പ്രൈസ് വെച്ച് സെലക്ട് ചെയ്യുക. പക്ഷേ മാർക്കറ്റിൽ നല്ല മൊമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി എടുത്താലും മൊമെൻറ്റ് നല്ലപോലെ പോകും, നല്ലപോലെ നമുക്ക് മാറുന്ന പ്രോഫിറ്റും കിട്ടും. ഓക്കെ, അതിൽ ഔട്ട് ഓഫ് ദ മണിക്കൊന്നും മാർജിൻ തീരെ ഇല്ല. നല്ലൊരു ചെറിയ പൈസ വെച്ച് തന്നെ നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റും. നമ്മൾ എത്രയാണോ നമുക്ക് അതിനകത്ത് കാണുന്ന റേറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മാർക്കറ്റിലോണ്ട് പ്രൈസ് ഇൻഡു ചെയ്യുന്ന അത്രയും എമൗണ്ട് മാത്രം വരും നമുക്ക് അതിൻ്റെ അകത്ത്. അതുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഓപ്ഷൻസിലേക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ അംബുജ സിമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. അംബുജ സിമെൻറ്റിൽ ഒരു ഗ്രീൻ കളർ അപ്പാര ബൈ സിഗ്നൽ വന്ന ടൈമും ഡേറ്റും നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സിഗ്നലും, അതായത് സെല്ലാണെങ്കിലും റെഡ് കളർ സെല്ലാണ്, റെഡ് കളർ ഡൗൺ ആരോ, ഗ്രീൻ കളർ അപ്പാര ബൈ ആണ്. ഇത് രണ്ട് ഓട്ടോമാറ്റിക് സിഗ്നൽസ് സാറിന് വരുന്നത്. നിങ്ങൾക്ക് വരുന്നത് അലേർട്ട് സിമ്പലിനോടുകൂടിയാണ്. അലേർട്ട് സിമ്പൽ എന്ന് പറഞ്ഞാൽ ബെൽ സൗണ്ടോടുകൂടി സൗണ്ട് എഫക്റ്റ് വരും. ഇതോടുകൂടി ഡീറ്റെയിൽസ് എല്ലാം, അതായത് ഇപ്പം എല്ലാ ഡീറ്റെയിൽസും മേളിലും താഴെയും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പം സിഗ്നൽ വന്ന സമയമാണെങ്കിൽ 9:25, ഇത് 500 ആക്ച്വലി എൻട്രി പോയിന്റ് കൊടുത്തിരിക്കുന്നത്. ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യേണ്ട ലെവൽ ആക്ച്വലി നിങ്ങൾക്ക് ഓൾറെഡി പറയാം. ഇതേപോലെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി ചെയ്യേണ്ടത് 3 ലെവൽ കൺഫർമേഷനാണ്. അതോടൊപ്പം ഒരു ലെവലും കൂടെ ഉണ്ട്, അത് ആക്യുറസി ലെവൽ കുറച്ച് കൂട്ടും. പക്ഷെ നിങ്ങൾക്ക് ക്യാൻഡിൽ കളർ വോളിയം ബാർ, അതായത് ബൈ വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളർ വോളിയം ബാർ പ്രൈസ് ആൻഡ് ബൈസോൺ, ഇത് മൂന്നും ഓക്കെ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കാം, അത് ഗ്രീൻ കളർ ആണെങ്കിൽ. പക്ഷേ അവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് ചില പോയിന്റിൽ അത് കുറച്ചൊന്ന് ഡൗൺ ആയിട്ട് അത് മാർക്കറ്റ് പിന്നെ നമുക്ക് ആക്ച്വലി മുകളിലേക്ക് പോകത്തില്ല. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ ഒന്ന് ബാക്ക് അടിച്ചിട്ടാണ് മാർക്കറ്റ് പിന്നെ ഹൈക്ക് കയറുന്നത്. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഈ ഒരുപാട് ട്രേഡ് എടുത്ത് ഭയങ്കരമായിട്ട് ആകെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതുപോലത്തെ ട്രേഡ് എടുക്കുമ്പോൾ എന്താ പറയുക, പ്രോഫിറ്റിൽ കുറച്ച് ലോസിലേക്ക് വരുന്ന സമയത്ത് ആൾ ഓൾറെഡി പാനിക്കാവും. അപ്പോൾ അവിടെ ലോസിൽ എക്സിറ്റ് ചെയ്ത് കുറേ ലോസും വരുത്തി വെച്ച് അങ്ങനെയൊക്കെയാണ് ഓൾറെഡി ട്രേഡ് വരുന്നത്. പക്ഷേ സോഫ്റ്റ്വെയറിനെ വിശ്വസിക്കും. നമുക്ക് ആക്ച്വലി അങ്ങനെയുള്ളവർക്ക് ആക്ച്വലി മെയിനായിട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ആ റെസിസ്റ്റൻസിൻ്റെ ലെവലും കൂടെ നോക്കിയിട്ട്, അതായത് ഈ റെഡ് കളർ സ്റ്റാർ റെസിസ്റ്റൻസ് അതിൻ്റെ ലെവലും കൂടെ നോക്കിയിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറസി ലെവൽ കൂട്ടും. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ ലെവൽ എവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു 10-20 പോയിന്റ് ആക്ച്വലി മുകളിലേക്ക് കയറിയിട്ട് പിന്നെ ബാക്ക് അടിക്കുകയുള്ളൂ. അപ്പോൾ ആ ലെവൽ പിടിച്ചിട്ട്, ആ സ്റ്റാർട്ടിങ് പോയിന്റ് പിടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആക്യുറസിയാണ്. അതോടൊപ്പം
അതോടൊപ്പം നമുക്ക് ആക്ച്വലി ബെസ്റ്റ് പ്രോഫിറ്റിൽ നമുക്ക് ഏൺ ചെയ്യാൻ ഒരുപാട് ലോസും നമുക്ക് ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഈ സ്റ്റാർട്ടിംഗ് ലെവലാണ് 505ലാണ് ബ്രേക്ക് ചെയ്ത് 505 16 വരെ നേരെ ഒറ്റ കയറ്റമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ബാക്ക് അടിച്ചിട്ടുമില്ല. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സമയത്ത് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് അവിടെ ഓപ്ഷൻസ് എടുക്കുമ്പോൾ ഇപ്പോൾ ഈവൻ അംബുജ സിമെൻ്റ് ഓപ്ഷൻസ് ആണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ 505ലാണ് ആക്ച്വലി ആ സമയത്ത് റേറ്റ് വന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എടുക്കുമ്പം ബൈയിലേക്ക്, അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ്റെ ചെറിയ ബേസിക്സ് ഒക്കെ അറിയാമായിരിക്കും. ബൈയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം. റെഡ് താഴേക്ക്, അതായത് സെല്ലിലേക്കാണെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യണം ബൈയിങ്ങിൽ. ഓക്കെ, അപ്പം ബൈയിങ്ങിൽ ആക്ച്വലി കോൾ ഓപ്ഷൻ നമുക്ക് ആക്ച്വലി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ സമയത്ത് റേറ്റ് അംബുജ സിമെൻ്റ് റേറ്റ് ഏതാണെന്ന് ഇവിടെ നോക്കുക. ആ സമയത്ത് 505 ആണ് ആ സമയത്ത് റേറ്റ് എങ്കിൽ നമുക്ക് ഒരു 50 or 100 പോയിന്റ്സ് പിന്നിൽ എടുക്കുന്നതാണ് ഇൻ ദ മണിക്ക് നല്ലത്. 500 എടുക്കാം, പക്ഷേ നമുക്ക് 500 കോൾ എടുക്കാം, പക്ഷേ ഒരു 50-100 പോയിന്റ്സ് പിന്നിലേക്കാണ് കൂടുതൽ ചാൻസസ് കൂടുതൽ, നമുക്ക് റിസ്ക്കും കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ആക്ച്വലി ആ സമയത്ത് എടുക്കേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 450 എടുക്കാം, അല്ലെങ്കിൽ 400 എടുക്കാം. 400 കോൾ ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതേസമയം നമുക്ക് ഇതേമാതിരി ഇപ്പം ഇവിടെ എത്രയാണ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് അത്രയും ഒരു ഇപ്പം ടോട്ടൽ 3 പോയിന്റിന് ടാർഗറ്റാണ് കൊടുത്തിരിക്കുന്നത്. 3 പോയിന്റ് ടാർഗറ്റ് കൊടുക്കുമ്പോൾ സെയിം ഇതേമാതിരി നമ്മളൊരു 10 പോയിന്റ്സിൻ്റെ അപ്രോക്സിമേറ്റ് 10 പോയിന്റ്സ് 5 പോയിന്റ്സിൻ്റെ ടാർഗറ്റ് കൊടുത്തിട്ട് 1:4 എന്നുള്ള റേഷ്യോയിൽ സ്റ്റോപ്പ് ലോസും വെച്ച് നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് റിവേഴ്സ് പോകുന്ന സമയത്ത് അവിടെ എക്സിറ്റ് ചെയ്തേക്കാം. ഒരു ചാർട്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആക്ച്വലി എല്ലാ സ്റ്റോക്ക് ഓപ്ഷൻ്റെ ചാർട്ട് നോക്കി നടക്കേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിന് ചാർട്ട് നോക്കുക. ഓപ്ഷൻസ് സെയിം ഇതേ കാറ്റഗറിയിൽ ഇതേ ഒരു ലെവൽ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആക്യുറസിയാണ്, നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റും കിട്ടും. റിവേഴ്സ് പോകുമ്പോൾ സൈഡ് വേസ് തരുന്നുണ്ട്. സോഫ്റ്റ്വെയർ എക്സ്ട്രാ കളർ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. സൈഡ് വേസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ആ പോയിന്റ് വെച്ചിട്ട് എക്സിറ്റ്, അല്ലെങ്കിൽ ലെവൽ ബ്രേക്ക് ചെയ്ത് ഇവിടേക്ക് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇത്രയും ഡൗൺ ആവണ്ടാൻ തീർത്തി ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെയും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാമത് ഇതേ ഓപ്ഷൻ നമ്മളൊക്കെ ആക്ച്വലി ഇതേ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം പ്രോഫിറ്റ് മേടിച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതേ ലെവലിൽ ഇപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് ഇപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് റിലയൻസിൻ്റെ അതേപോലെ റിലയൻസിന് നോക്കിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ബ്രേക്ക് ചെയ്ത ഈ ലെവൽ ഇവിടെ വെച്ചിട്ടാണ് മാർക്കറ്റ് പിന്നെ ഒരു ബൈയിലേക്ക് തിരിച്ച് കയറിയത്. അപ്പോൾ ഈ ലെവൽ പിടിച്ചിട്ട് നമുക്ക് 2439 ആ സമയത്ത് റേറ്റ്. അപ്പം 2300 എടുക്കാം നമുക്ക് കോൾ ഓപ്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ 2400 എടുക്കാം, 2350. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 50 പോയിന്റ്സ് റൗണ്ട് ഫിഗറിൽ നിങ്ങൾ എടുക്കുക. അത് ഇതേ മെത്തേഡിൽ ഫോളോ ചെയ്യുക. ബ്രേക്ക് ചെയ്യുന്ന ഏത് ലെവലിൽ നിന്നാണോ ഇതേപോലെ ഇപ്പം ലേറ്റസ്റ്റ് നടക്കുന്ന സെൽ ഇപ്പോഴാണ് കൺഫേം ആയത്. ഇത്രയും നേരം സൈഡ് വേസ് ആയിരുന്നു, ജസ്റ്റ് കൺഫേം ആയി വരികയാണ്. അപ്പോൾ കൺഫേം ഈ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് നടക്കുന്നത് 2436 ആണ്. നിങ്ങൾ പുട്ട് ഓപ്ഷൻ എടുക്കുമ്പോൾ അങ്ങോട്ട് എടുക്കുക, മുന്നിലേക്ക് എടുക്കുക. 2400 പകരം 500 എടുക്കുക. 2500 പുട്ട് ഓപ്ഷൻ നമുക്ക് ഏൺ ചെയ്യാം, 2550 അങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് മാർജിൻ ലെവലനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റും. ഇതേ ടാർഗറ്റ് വയ്ക്കുക. ടാർഗറ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ ഇതിനകത്ത് 5 പോയിന്റ്സിനാണ് റിലയൻസ് സിഗ്നൽസ് ആക്ച്വലി പ്രോഫിറ്റ് കൊടുക്കുന്നത്. 5 പോയിന്റ്സിൻ്റെ ടാർഗറ്റാണ്. ഇതേ ടാർഗറ്റ് മാതിരി നിങ്ങൾക്ക് അതിലും വയ്ക്കുക. 5 പോയിന്റ്സ് ആണ് 5, അല്ല നിങ്ങൾക്ക് ടോട്ടൽ 20 പോയിന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ടാർഗറ്റ് അങ്ങനെ അനുസരിച്ച് വെച്ച് സ്റ്റോപ്പ് ലോസ് ഇതേ റേഷ്യോയിൽ 1:4 എന്നുള്ള റേഷ്യോയിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കുക. അത് വെക്കേണ്ടി വരും, കാരണം മാർക്കറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതാകാൻ ചാൻസ് ഉണ്ട്. ഇതിനർത്ഥം സ്റ്റോപ്പ് ലോസ് അവിടെ വരെ പോകുമെന്നല്ല, നിങ്ങൾ റിവേഴ്സ് പോകുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യും. അതുകൊണ്ടാണല്ലോ ഡയറക്റ്റ് നമ്മൾ ചാർട്ട് നോക്കുന്നില്ല, ടിപ്സ് നമ്മൾ ഉപയോഗിച്ചാൽ പോലെ. ഓക്കെ, അപ്പോൾ സെയിം അത് മാത്രമല്ല സെയിം ബജാജ് ഫിനാൻസിൻ്റെയും ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ, അതായത് സ്റ്റോക്ക് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പം മെയിനായിട്ടൊരു സെലക്റ്റഡ് സ്റ്റോക്ക് ഉണ്ട്. എല്ലാ സ്റ്റോക്കും നമുക്ക് കയറി സ്റ്റോക്ക് ഓപ്ഷൻ എടുക്കാൻ പറ്റത്തില്ല. ബജാജ് ഫിനാൻസ്, റിലയൻസ്, അഡാനി, ബ്രിട്ടാനിയ, അതേപോലെ തന്നെ മൈൻഡ്, മാരുതി, ഈ സ്റ്റോക്കുകളൊക്കെ ഡെയിലി മൊമെൻറ്റ് തരുന്ന സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്ക് ഓപ്ഷനിലേക്ക് ചൂസ് ചെയ്യാൻ ബെസ്റ്റ് സ്റ്റോക്കാണ്. അതേപോലെ SBI സ്ലോ മൂവിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഒരിക്കലും ഓപ്ഷൻസിലേക്ക് എടുക്കാതിരിക്കുക. നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. വളരെ മൂവ്മെൻറ്റും വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് നല്ല ഫ്ലക്ച്വേഷനുള്ള മൊമെൻറ്റുകളൊക്കെ നോക്കിയിട്ട് അതുപോലുള്ള സ്റ്റോക്കുകൾ മാത്രം ഓപ്ഷൻസിലേക്ക് എടുക്കുക. അതുപോലുള്ള സ്റ്റോക്ക് ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ ബ്രിട്ടാനിയയ്ക്കും ഇന്നൊക്കെ നല്ല ഡൗൺ ആയിരുന്നു മാർക്കറ്റ്. ഇതേപോലെ തന്നെ സെല്ല് നമുക്ക് 935 വന്നിട്ടുണ്ട്. സപ്പോർട്ട് ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്തു. അവിടെ നമുക്ക് ആക്ച്വലി എടുക്കാം. 2817 ആ സമയത്ത്. അപ്പം നമുക്ക് 2800 പകരം 2900 നമുക്ക് ആക്ച്വലി പുട്ട് ഓപ്ഷൻ എടുക്കാം. ഇതേ നമുക്ക് ആ ലെവലിൽ പിടിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് കിട്ടും. പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ മുന്നോട്ട് എടുക്കുക, അതാണ് ബെസ്റ്റ് ആക്യുറസി വരുന്നത്. ഓക്കെ,
അപ്പം ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പോൾ ഡൗൺ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഡൗൺ നമുക്ക് ആക്ച്വലി സെൽ സിഗ്നൽ തന്നിട്ടുണ്ട്. സെൽ സിഗ്നൽ തരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് നമുക്ക് ഓൾറെഡി സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ എടുക്കാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ആക്ച്വലി എടുക്കാനുണ്ട്. കുറച്ചുകൂടി ഡീപ്പ് ഇൻ ദ മണി വേണേൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേ ലെവലിൽ പിടിച്ചിട്ടെടുക്കുകയാണ്, അക്യുറസി ലെവൽ നമുക്ക് കൂടും. അതേപോലെ തന്നെ നമുക്ക് സെയിം ക്രൂഡ് ഓയിലിൻ്റെ ഓപ്ഷൻസും ഇതേപോലെ എടുക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇപ്പം എല്ലാവരുടെയും കയ്യിൽ ഇത്രയും പൈസ ഉണ്ടാവണം നിർബന്ധമില്ല ക്രൂഡ് ഓയിൽ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ സെയിം ആയിട്ട് എടുക്കാൻ വളരെ ഈസിയാണ്. ഇതേപോലെ ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇന്നിപ്പോൾ 15 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക. 15 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് എവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് വരുന്നത് ആ ലെവലിൽ പിടിച്ചിട്ട് എടുക്കുക. അപ്പോൾ ആ ലെവലിൽ ഇതേപോലെ എൻട്രി പോയിന്റ് ടാർഗറ്റും മുകളിലും താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം എൻട്രി പോയിന്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക. അപ്പോൾ ആ സമയത്ത് ഏതാണ് കോൾ ഓപ്ഷൻ ആണെങ്കിൽ 100 പോയിന്റ്സ് പിന്നിലേക്ക് എടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ടാർഗറ്റും സെറ്റ് ചെയ്യുക. ഇതിനകത്ത് 20 പോയിന്റ്സിന് ടാർഗറ്റാണ് കൊടുക്കുന്നത്. 20 പോയിന്റ്സിന് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസും ഇതേമാതിരി ഇതേ റേഷ്യോ വൈസിൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പം വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. എങ്ങനെ ചെയ്യണമെന്ന് അറിയാനായിട്ട് ഏത് മാർക്കറ്റും, അപ്പോൾ ഏത് മാർക്കറ്റിലാണെങ്കിൽ ഇപ്പം MCX ആണെങ്കിലും NSE ആണെങ്കിലും ഫോറക്സ് ആണെങ്കിലും ഏത് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് ആക്ച്വലി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. സെയിം അതേപോലെ ഇന്നത്തെ നാച്ചുറൽ ഗ്യാസിനെയും സിൽവറിനെയും പെർഫോമൻസും കൂടെ കാണിച്ചു. നാച്ചുറൽ ഗ്യാസിൻ്റെ 5 മിനിറ്റ്സിനെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബൈ സിഗ്നൽ മോർണിംഗിൽ വന്നിട്ടുണ്ട്. 11:05 കൊടുത്തിട്ടുണ്ട്. 11:05 ബൈസ് അവിടെ വന്ന സമയത്തേ എടുക്കാൻ പറ്റുന്നു. കാരണം മാർക്കറ്റ് ഓൾറെഡി ആ സമയത്ത് ബൈ സോണിലായിരുന്നു. അപ്പം ടോട്ടലി നമ്മൾ എടുത്ത പോയിന്റ് ഇവിടെ വന്ന സമയത്ത് 73 എടുക്കാൻ പറ്റും. 73 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് 76 വരെ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ ഓരോ 5 പോയിന്റ്സിൻ്റെ എന്തായാലും 76 അല്ല 78 വരെ പോയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു 5 പോയിന്റ്സിന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ സൈഡ് വേസ് വന്നിട്ടുണ്ട്, പക്ഷേ സൈഡ് വേ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാം പോർഷൻ. ഓക്കെ, അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിൽ 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് ഉപയോഗിച്ച് ചെയ്യുക. അതാണ് കുറച്ചുകൂടെ ആക്യുറസി ലെവൽ. സെയിം സിൽവറിനെ ഞാൻ കാണിച്ചു തരാം. സിൽവറിനെ ഞാൻ ആക്ച്വലി ഇന്ന് കാണിക്കുന്ന സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് സ്കാൽപ്പിംഗ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം സിൽവറിൽ കുറച്ചുകൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പം ഇന്ന് നോക്കിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് സെൽ സിഗ്നൽ വന്ന സമയത്ത് ആക്ച്വലി കൺഫേം അല്ലായിരുന്നു. 11:35 വന്നിട്ടുണ്ടായിരുന്നു. 61,476 ആക്ച്വലി എൻട്രി പറഞ്ഞിട്ടുണ്ട്. 3 ടാർഗറ്റ് താഴെ കൊടുത്തിരുന്നു. സ്റ്റോപ്പ് ലോസും പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ഇവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് താഴത്തെ വോളിയം ബാർ നോക്കിയ സമയത്ത് റെഡിലേക്ക് കൺവേർട്ടായി വരുന്നതേ ഉള്ളൂ, കൺവേർട്ടായിട്ടില്ല. അപ്പോൾ കൺവേർട്ടായി പ്രോപ്പർ ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത് ഈ പോയിന്റ് വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് നമുക്ക് ആക്ച്വലി എടുക്കേണ്ടത്. അവിടെ നിന്ന് എന്തായാലും ഒരു 300 പോയിന്റ്സ് എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് അവിടെ നിന്ന് ആക്ച്വലി പോർഷൻ എടുക്കാമായിരുന്നു. ഓക്കെ, സെയിം ഇതേപോലെ തന്നെയാണ് നമുക്ക് ആക്ച്വലി ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ പെർഫോമൻസ്. ക്രൂഡ് ഓയിലിൽ മോർണിംഗിൽ കുറച്ച് ഡൗൺ ആയിരുന്നു. ഇപ്പോൾ 15 ഞാൻ കാണിച്ചു തന്നത്. സെയിം 5 ഞാൻ കാണിച്ചു തരാം. മാർക്കറ്റ് മോർണിംഗിൽ കുറച്ച് ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് വന്ന പൊസിഷൻ ഇവിടെ നിന്നാണ്. അവിടെ നിന്നൊരു 70 പോയിന്റ്സ് എന്തായാലും കയറിയിട്ടുണ്ട്. 7,160 ആക്ച്വലി വന്നിരിക്കുന്നത്. അവിടുന്ന് ബൈസിക്കിളെല്ലാം ഓക്കെ. ബൈസിക്കിളിൽ വന്ന സമയത്ത് നമുക്ക് ആക്ച്വലി 7,100 എടുക്കാം, 7,000 കോൾ ഓപ്ഷൻ എടുക്കാം. അവിടുന്ന് ഒരു ഇതേപോലെ 20 പോയിന്റ്സ് സെറ്റ് ചെയ്യുക. നമുക്ക് ആക്ച്വലി ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് 46 വരെ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം സെല്ല് വന്നിട്ടുണ്ട്. സെല്ല് കൺഫേം അല്ല, തിരിച്ച് മാർക്കറ്റ് പിന്നെയും കയറുവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ ഇന്നത്തെ പെർഫോമൻസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ കാണിച്ചു തന്നത് ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോക്ക് ഓപ്ഷൻ അഥവാ ക്രൂഡ് ഓയിലിൻ്റെ ആണെങ്കിലും ഇൻഡെക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യണമെന്നാണ്. വേറെ ഒരു ചാർട്ടിൻ്റെ ആവശ്യമില്ല, ഫ്യൂച്ചർ ചാർട്ട് മാത്രം മതി. ഓക്കെ, ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി.